നമ്മൾ ഒരു പുതിയ ചേസ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് കേരള KSRTCയുടെ സൈസിലുള്ള ഒരു ഇന്ത്യൻ സ്കെയിലായിട്ട് ഇത് മേടിച്ച ഒരു ചേസാണ്. 64 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളത്. അതിൻ്റെ ആക്സസറീസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് ചേസിസ്. ഇത് ടോട്ടൽ ലെങ്ത് 64 സെൻറ്റിമീറ്റർ ആണ്. ഈ ചേസിനെയാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ആണ് നമ്മുടെ ഫ്രണ്ട് വീല്. ഇതിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മോഷൻ എല്ലാം ഉണ്ട്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഫ്രണ്ട് വീല്. ഇത് ബാക്ക് വീല് വിത്ത് ഹൗസിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. വിത്തൗട്ട് മോട്ടറാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ആക്സിലുകളാണ് ഈ കാണുന്നത്. കൂടാതെ അവർ നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്ങിനുള്ള എല്ലാ സ്ക്രൂസും തന്നിട്ടുണ്ട്. നെറ്റ് ബോൾട്ട് എല്ലാം നമ്മൾ തന്നിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് പോർഷൻ. ഇത് നമുക്ക് ഫസ്റ്റ് ഫിക്സ് ചെയ്യാം. ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഇത് റൊട്ടേഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം. ഇതാണ് പ്ലേറ്റ്. ബാക്ക് വീലാണ് വിത്ത് ഹൗസിങ്. ഇത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം.
ചേസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് ഫ്രണ്ട് മൂവ്മെൻറ്റ്, ഇത് ബാക്കിലെ റൊട്ടേഷൻ, ഇത് കാണാൻ സാധിക്കും ആക്സിൽ മൂവ് ചെയ്യുന്നത്. നമ്മുടെ ചേസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കറക്റ്റ് കാണിക്കുക. അത് സ്കെയിലുകളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു KSRTCയുടെ മെഷർമെൻറ്റ് സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാറ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ KSRTCയുടെ ചേസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചത് ഇതിൻ്റെ കറക്റ്റ് അളവ്, ഇത് സ്കെയിലുകളിലാണ് ചെയ്തിരിക്കുന്നത്. 15 സെൻറ്റിമീറ്റർ KSRTC യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത ചേസാണിത്. അതിൻ്റെ ഫ്രണ്ട് ഓവർ ഹാങ്, റെയർ ഓവർ ഹാങ്, വീൽ ബേസ് അതെല്ലാം ക്ലിയർ ആയിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടോട്ടൽ ലെങ്ത് 64 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഓവർ ഹാങ് വരുന്നത് 12 സെൻറ്റിമീറ്റർ ആണ് ഫ്രണ്ട് ഓവർ ഹാങ് വരേണ്ടത്. റെയർ ഓവർ ഹാങ് ടോട്ടൽ വരുന്നത് 18.8 സെൻറ്റിമീറ്റർ ആണ് റെയർ ഓവർ ഹാങ് വരുന്നത്. കൂടാതെ ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 33.2 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. ടോട്ടൽ നമ്മുടെ ലെങ്ത് 64 സെൻറ്റിമീറ്റർ, 64 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് നമുക്ക് വരുന്നുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് മൂവ്മെൻറ്റ്സ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മോഷൻ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, നല്ല ലൂസൺ തന്നെയാണ്. പിന്നെ ബാക്കിലെ ഹൗസിങ്, അതിൻ്റെ റൊട്ടേഷൻ അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇത് ഹൗസിങ് എല്ലാം ക്ലിയർ ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട്, ആക്സിലൊക്കെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ വൺ മോർ ഓപ്ഷൻ വരുന്നുണ്ട് വിത്ത് മോട്ടർ. ഇവിടെ ആ മോട്ടർ സെറ്റ് ചെയ്യും. പിന്നെ ഒരു സെർവോ മോട്ടർ എക്സ്ട്രാ കിട്ടും, അത് ഇവിടെ വരും. അത് ഇതിൻ്റെ മോഷന് വേണ്ടിയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ റിമോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 2 ചേസ് റെഡിയാണ്. 64 സെൻറ്റിമീറ്റർ നീളമുള്ള KSRTC ബസ്സും 61 സെൻറ്റിമീറ്റർ നീളമുള്ള ടൂറിസ്റ്റ് ബസ്സും. ഈ 2 ചേസും നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ സ്കെയിലായിട്ട് എന്നാണ്. ബാംഗ്ലൂരിലെ ഇന്ത്യൻ സ്കെയിലായിട്ട് നിന്നാണ് നമുക്ക് 2 കിട്ടിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ചേസുകൾ തന്നെയാണ്. ഉള്ളി തിങ് 15 സെൻറ്റിമീറ്റർ വിട്ടുള്ള വാഹനങ്ങൾ മാത്രമേ നമുക്കിതിൽ ചെയ്യാൻ പറ്റുള്ളൂ, ബസ്സും ട്രക്കും. ബാക്കി എല്ലാം കൊണ്ടും ഈ ചേസ് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ചേസ് റെഡിയായിരിക്കുകയാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 61 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 61 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ചേസാണിത്. ഇതിൻ്റെ ഫ്രണ്ട് ഓവർ ഹാങ് വരുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ KSRTCയുടെ പോലെ തന്നെ 12 സെൻറ്റിമീറ്റർ ആണ് ഫ്രണ്ട് ഓവർ ഹാങ് വരുന്നത്. പിന്നെ വരേണ്ട വീൽ ബേസ് ആണ്. വീൽ ബേസ് നമ്മുടെ വരുമ്പോൾ അത് വരുന്നത് 31.3 സെൻറ്റിമീറ്റർ ആണ് വീൽ ബേസ് വരേണ്ടത്. 31.3 സെൻറ്റിമീറ്റർ ആണ് വീൽ ബേസ് വരേണ്ടത്. കൂടാതെ ഇതിൻ്റെ റെയർ ഓവർ ഹാങ് വരുമ്പോൾ ടോട്ടൽ വരേണ്ടത് 17.5 സെൻറ്റിമീറ്ററിൽ റെയർ ഓവർ ഹാങ് ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ കൂട്ടി 61 സെൻറ്റിമീറ്റർ ലെങ്ത് വരും, 61 സെൻറ്റിമീറ്റർ ലെങ്ത് വരും. ഇതാണ് ടൂറിസ്റ്റ് ബസ്സിൻ്റെ ചേസ് അളവ് ഇതാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ മെയിൽ ബോക്സിൽ എത്തിച്ചേരുന്നതായിരിക്കും. Thank you very much. Thanks for watching.